അഞ്ചാമത്തെ കാര്യം വലാ തുക്സിർ ലഹിക, വലാ തുക്സിർ, നീ വർദ്ധിപ്പിക്കരുത്, അല്ലഹിക, ചിരി നീ വർദ്ധിപ്പിക്കരുത്, വല്ലാതെ ചിരിക്കരുത്. വലാ തുക്സിർ അല്ലഹിക്, ചിരി നീ വർദ്ധിപ്പിക്കരുത്. കാരണം ഫഇന്ന കസ്റത്തൽ ലഹികി തുമീതുൽ ഖൽബ, ഫഇന്ന കസ്റത്തൽ ലഹികി, വർദ്ധിച്ച ചിരി തുമീതുൽ ഖൽബ, കൽബിനെ മരിപ്പിച്ച് കളയും, കൽബിനെ നശിപ്പിച്ച് കളയും. അപ്പം ധാരാളം ചിരിക്കുക, അതിനെ പൊട്ടിച്ചിരിക്കുക, അത് അത്ര നല്ല ശീലമല്ല. പുഞ്ചിരി പറ്റും, പക്ഷേ എപ്പോഴും ഇങ്ങനെ വെറുതെ തമാശ പറയാ, എപ്പോഴും ഇങ്ങനെ പിന്നെ ആ നിൽക്കുള്ളൊരു ഭയങ്കര പൊട്ടിച്ചിരിച്ച് അങ്ങനത്തെ ഒരു ഇത് അത് നല്ലതല്ല. അതെപ്പോഴും ഭക്തിക്ക് വിഘാതമാണ്, അത് കൽബ് ജീവൻ പോകാൻ അത് നിമിത്തമാണ്. ഖുർആനും പറഞ്ഞല്ലോ ഫല്യദ്ഹകൂ ഖലീലൻ വൽയബ്കൂ കസീറ. മുനാഫിക്കുമായി ബന്ധപ്പെട്ടാണ് വിഷയം പറഞ്ഞത്. സൂറത്ത് തൗബയിൽ മുനാഫിക്കുകളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അതായത് നബിയോട് ഇല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാതെ മാറി നിന്ന ആളുകൾ തബൂക്കിലേക്ക് പോകാൻ പഠിച്ചത് കൊണ്ട് നബിൻ്റെ മുമ്പിൽ വന്ന് ഓരോരോ ബുദ്ധിമുട്ട് വിഷമം പറഞ്ഞ് നബീന് ഇളവ് വാങ്ങിയിട്ട് നബി ഇളവ് കൊടുത്തു. ഇളവ് ബന്ധപ്പെട്ട് ഓരോ ബുദ്ധിമുട്ട് പറയും, എന്നാ ശരി ഇപ്പോൾ എൻ്റെ ഇളവ് കൊടുക്കും. അവർക്ക് ഉള്ളിൽ ചിരിണ്ടായിരുന്നു, നബിനെ പറ്റിച്ചു എന്നല്ല. നമ്മൾ പോയി പറഞ്ഞു നബി ഏതായാലും ഇളവും തന്നു, അപ്പോൾ ഇളവിട്ടിയ പ്രശ്നമില്ലല്ലോ. ഇളവിട്ടിയാൽ പിന്നെ ഔദ്യോഗികമായിട്ട് പെർമിഷൻ കിട്ടി, ഇവിടെ പോകാതിരുന്നാലും ഒരു പ്രശ്നമില്ല. എല്ലാവരും മുമ്പിൽ എന്ത് പറയാ, നബി ആയിരിക്കും ഇളവം തകണ്. അല്ല പറഞ്ഞൊരു വല്ലാ ചിരിച്ചുണ്ടാകും. ഫല്യദ്ഹകൂ ഖലീലൻ വൽയബ്കൂ കസീറ. അവിടെ അത് കോമണായി പറഞ്ഞത്, അവിടെ കോമണായി സുത്തരേജ് പറഞ്ഞിടത്താണ് പൊതുവായി പറഞ്ഞത്. നിങ്ങൾ ചിരിക്കുക, നിങ്ങൾ കരയുക, നിങ്ങൾ ചിരിക്കരുത് എന്ന് പറഞ്ഞത് അവിടെ ഉണ്ട്. ഇവിടെ സൂറത്ത് തൗബയിൽ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് അവർ കുറച്ച് ചിരിച്ചോട്ടെ, ധാരാളമായി കരഞ്ഞുകൊള്ളട്ടെ, ഇവിടെ കാത്തിരിക്കുന്നത് നരകാഗ്നിയാകുന്നു എന്നാണ് അവിടെ അല്ലാഹു തആല പറഞ്ഞത്.